ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകുമോ എന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തരത്തിലായിരുന്നു മമത മുൻപ് സംസാരിച്ചത്. താനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിനുള്ള പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മമതയുടെ വിശദീകരണം. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ അതിന്റെ ഭാഗമായിരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് മമത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിലായിരുന്നു മമതയുടെ പരാമർശങ്ങൾ. താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുണ്ട്, ഞാനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത വിളിച്ചു പറയുകയുണ്ടായി. ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു മമതാ ബാനർജി. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചത്. പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ വ്യക്തമാക്കിയത്. ബി.ജെ.പി പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണയുണ്ടാവുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മമത ശക്തമായ പരാമർശം നടത്തിയത്. കോൺഗ്രസും CPM-ഉം ബി.ജെ.പിയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്നും മമത ആരോപിച്ചിരുന്നു. അതേസമയം മമതയ്ക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും രംഗത്ത് വന്നിരുന്നു. എനിക്ക് മമതയെ ഒട്ടും വിശ്വാസമില്ല, അവർ സഖ്യം വിട്ടതാണ്, ബി.ജെ.പിയിലേക്ക് വരെ അവർ പോകാമെന്നും അധീർ ആരോപിക്കുകയുണ്ടായി. സഖ്യത്തിന് പുറത്തായാലും അകത്തായാലും അവർ എന്താണ് ചെയ്യുക എനിക്കറിയില്ല, അവരോട് നിങ്ങൾ തന്നെ ചോദിക്കുമെന്നാണ് മാധ്യമപ്രവർത്തകരോട് അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും മമതയെ ഞാൻ വിശ്വസിക്കില്ല, അവർ ബി.ജെ.പിക്കൊപ്പം പോകുമെന്നും അധീർ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം ബംഗാൾ കോൺഗ്രസിനെ കണക്കിലെടുക്കുന്നില്ലെന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നു. മമതയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു തീർക്കണമായിരുന്നു എന്നാണ് അധീർ പറഞ്ഞത്. നേരത്തെ കോൺഗ്രസിനെ തകർക്കുന്നതിനെ കുറിച്ചാണ് ബി.ജെ.പി പറഞ്ഞിരുന്നത്. കോൺഗ്രസിന് 40 സീറ്റ് പോലും കിട്ടില്ലെന്നും പറഞ്ഞു. ഇന്ന് മമത പറയുന്നത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും അധികാരത്തിലെത്തുമെന്നാണ്. ബി.ജെ.പി പരാജയപ്പെടുമെന്ന തിരിച്ചറിവിലാണ് മമത ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവാൻ എത്തിയിരിക്കുന്നതെന്നും അധീർ തുറന്നടിച്ചിരുന്നു. അതേസമയം ബി.ജെ.പി 200 സീറ്റിനപ്പുറം കടക്കില്ലെന്ന് ആഞ്ഞടിച്ച് മമത മുൻപെത്തിയിരുന്നു. നിയമസഭയിലേക്ക് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 200 സീറ്റ് നേടുമെന്നാണ് ബി.ജെ.പി പറഞ്ഞത്. കിട്ടിയത് വെറും 77 സീറ്റ് മാത്രം. അവരിൽ പലരും ഞങ്ങൾക്കൊപ്പം വന്നുവെന്നാണ് മമത ചൂണ്ടിക്കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും മമത ബി.ജെ.പിയെ കടന്നാക്രമിച്ചു. പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ പട്ടികയും ബംഗാളിൽ നടപ്പാക്കില്ല. പൗരത്വത്തിനായി അപേക്ഷിച്ചാൽ വിദേശിയായി മുദ്ര കുത്തപ്പെടുമെന്നും ബി.ജെ.പിയെ വിശ്വസിച്ച് സാഹസം ചെയ്യരുതെന്നും മമത മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി.ജെ.പി പ്രതികാര രാഷ്ട്രീയം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ബി.ജെ.പി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത്, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത്? ബി.ജെ.പിയുമായി അടുപ്പമുണ്ടാക്കിയതോടെ NCP പ്രസിഡന്റ് പ്രഫുൽ പട്ടേലിനെതിരെയുള്ള കേസ് CBI അവസാനിപ്പിച്ചു. അഴിമതിയുടെ അഴുക്കുകൾ ബി.ജെ.പി വാഷിംഗ് മെഷീനിൽ കഴുകിക്കളഞ്ഞുവെന്നാണ് മമത ബി.ജെ.പിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത്. ഏതായാലും മമതയുടെ പുതിയ തീരുമാനം കോൺഗ്രസിന് ആശ്വാസമാവുകയാണ്.